السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن سيدنا ونبينا ومولانا محمدا صلى الله عليه وسلم عبده ورسوله، وما توفيقي إلا بالله عليه توكلت وإليه أنيب. أما بعد. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, സഹോദരിമാരെ, പഠിതാക്കളെ, ഉസ്വത്തുൻ ഹസന ഓൺലൈൻ സർട്ടിഫിക്കറ്റ് കോഴ്സിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തെയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുശീലങ്ങളെക്കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുകയുണ്ടായി. നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ ഏറെ ശ്രദ്ധിക്കേണ്ട, ചിലപ്പോൾ നമ്മുടെ കണ്ണിൽ അത് നിസ്സാരമായിരിക്കും, എന്നാൽ അതിൽ വലിയ അത്ഭുതങ്ങളും വലിയ പുണ്യങ്ങളും വലിയ അനുഗ്രഹങ്ങൾ നമുക്ക് ലഭിക്കും. ആ രൂപത്തിൽ ധാരാളം ശീലങ്ങളെ, ചര്യകളെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ധാരാളമായി നമുക്ക് ഹദീസുകളിൽ കാണാൻ സാധിക്കും. വിശ്വാസികളായ നമ്മുടെ സംസ്കാരം, നമ്മുടെ കൾച്ചർ, അത് പരിശുദ്ധമായ മദീനയിൽ നിന്ന് ഉത്ഭവിക്കുന്നതായിരിക്കണം. നമ്മുടെ ഒടുക്കവും തുടക്കവും എല്ലാം അത് അൽ മദീനത്തുൽ മുനവ്വറയായി തീരണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രോഗപ്രതിരോധത്തിന്, മറ്റ് ആഫത്തുകൾ, മുസീബത്തുകൾ, ബലാകളൊക്കെ തടയാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ യഥാർത്ഥ പേര് അബ്ദുറഹ്മാൻ ഇബ്നു സഖർ എന്നാണ്. പിന്നെ എങ്ങനെയാണ് അബൂ ഹുറൈറ എന്ന പേര് ബഹുമാനപ്പെട്ടവർക്ക് ലഭിച്ചത്? ബഹുമാനപ്പെട്ടവർക്ക് പൂച്ചകളെ വലിയ ഇഷ്ടമായിരുന്നു. ഹിറത്ത്, ഹുറൈറത്ത് എന്നൊക്കെ പറഞ്ഞാൽ പൂച്ച, പൂച്ചക്കുട്ടികൾ എന്നൊക്കെയാണ് അർത്ഥം. എല്ലാ സമയവും പൂച്ചയെ കൊണ്ടു നടക്കുന്ന ശീലം സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നു. അങ്ങനെ സ്വഹാബികൾ ബഹുമാനപ്പെട്ടവരെ അബൂ ഹുറൈറ, അബൂ ഹുറൈറ എന്ന് വിളിക്കാൻ തുടങ്ങി. ബഹുമാനപ്പെട്ടവർക്ക് പൂച്ചകളോടുള്ള സ്നേഹം, ആ പൂച്ചകളോടുള്ള ആ ഒരു വാത്സല്യം, ഒരു അനുകമ്പ, അതൊക്കെയാണ് അതിന് കാരണമായിട്ടുള്ളത്. ബഹുമാനപ്പെട്ടവർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദർസ് ആകുന്ന, മദീനത്തെ പള്ളിയിലെ ദർസാകുന്ന അഹ്ലു സുഫ, സുഫത്തിൻ്റെ അഹ്ലുകാരുടെ നേതാവാണ്, സയ്യിദുൽ ഖൗമാണ് ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ധാരാളം ഹദീസുകളെ, അനേകം ഹദീസുകളെ അബൂ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഖാല നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, മൻ നാമ വഫീ യദിഹി ഉമറുൻ വലം യഗ്സിൽഹു ഫഅസ്വാബഹു ശൈഉൻ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു. രാത്രി ഉറങ്ങുന്ന സമയത്ത് ആരെങ്കിലും ഒരാൾ രാത്രി ഭക്ഷണം കഴിച്ചതിൻ്റെ അവശിഷ്ടം തൻ്റെ കയ്യിലോ മറ്റോ ഉണ്ടെങ്കിൽ അത് കളയാതെ, വായയും കൈയുമൊക്കെ പരിപൂർണമായി കഴുകി ശുദ്ധിയാക്കാതെ, ആ ഭക്ഷണത്തിൻ്റെ മിച്ചം വന്നത് എടുത്തു കളയാതെ നേരെ പോയി കിടന്നുറങ്ങിയാൽ അത് കാരണമായി ഫഅസാബഹു ശൈഉൻ, വല്ല അസുഖവും വല്ല വൈറസുകളും വല്ല പകർച്ചവ്യാധിയും വല്ല രോഗാണുവും അവനെ പിടിപെട്ടാൽ ഫലാ യലൂമന്ന ഇല്ലാ നഫ്സഹു, അവൻ അവനെ തന്നെ കുറ്റം പറയട്ടെ, അവൻ അവനെ തന്നെ ആക്ഷേപിക്കട്ടെ. അതിൻ്റെ കാരണക്കാരൻ, അതിൻ്റെ റീസൺ അവൻ തന്നെയാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നാം ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. രാത്രിയിൽ നമ്മൾ കിടന്നുറങ്ങാൻ വേണ്ടി നമ്മുടെ വിരിപ്പിലേക്ക്, നമ്മുടെ റൂമിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ കൈയും വായയും എല്ലാം ആ ഭക്ഷണാവശിഷ്ടങ്ങളിൽ നിന്ന്, ഭക്ഷണത്തിൻ്റെ ടേസ്റ്റുകളിൽ നിന്ന്, അതിൻ്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് ഒക്കെ മുക്തമായി കൈയും വായും ഒക്കെ പരിശുദ്ധമാണോ എന്ന്
നാം ഉറപ്പുവരുത്തിയതിന് ശേഷമായിരിക്കണം വിരിപ്പിൽ പോയി കിടന്നുറങ്ങേണ്ടത്. ഇത് പ്രത്യേകമായ സുന്നത്താണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാം പഠിക്കുമ്പോൾ വായിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ട ഒരു നല്ല ശീലം കൂടിയാണ്. അള്ളാഹു പകർത്താനും പഠിക്കാനും പ്രവർത്തിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. മറ്റൊരു ഹദീസിൽ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മൻ അകല മാ യസ്കുതു മിനൽ മാഇദത്തി ആശ മാ ആശ ഫീ സഅത്തിൻ മിൻ റിസ്ഖിഹി. നമ്മളൊക്കെ നിത്യമായി ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്. ഒരു കാലത്ത് നമുക്ക് ഭക്ഷണം കിട്ടാത്ത ദാരിദ്ര്യത്തിൻ്റെ കാലമുണ്ടായിരുന്നു, ക്ഷാമത്തിൻ്റെ കാലമുണ്ടായിരുന്നു. ആ കാലമെല്ലാം പോയി. ഇന്ന് ഒരു നേരം തന്നെ നമുക്ക് 1, 2, 3 തരത്തിലുള്ള സുഭിക്ഷമായ രാജകീയ സ്വാദിഷ്ടകരമായ ഭക്ഷണങ്ങളാണ്, വിദേശ ഭക്ഷണങ്ങളാണ് നമ്മൾ എപ്പോഴും കഴിച്ചുകൊണ്ടേയിരിക്കുന്നത്. അൽഹംദുലില്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഭക്ഷണങ്ങളിൽ, നമ്മുടെ റിസുക്കുകളിൽ ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ചില വെറ്റകളൊക്കെയും പ്ലേറ്റിൻ്റെ തളികയുടെ പുറത്തേക്ക് വീഴും. നാം കഴിക്കുന്ന ആ പാത്രത്തിൻ്റെ, ആ സുപ്രയുടെ, ആ തളികയുടെ പുറത്തേക്ക് വീണുപോകുന്ന ഭക്ഷണങ്ങൾ അത് എടുത്ത് പൊറുക്കിയിട്ട് ആരെങ്കിലും ഒരാൾ കഴിച്ചാൽ അവർക്കുള്ള മഹത്വത്തെയാണ് ഈ ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. മൻ അക്കല, വല്ലൊരുത്തനും ഭക്ഷിച്ചാൽ, മാ യസ്കുതു മിനൽ മാഇദത്തി, ഭക്ഷണത്തിൻ്റെ സുപ്രയിൽ നിന്ന്, തളികയിൽ നിന്ന്, പ്ലേറ്റിൽ നിന്ന് പുറത്തേക്ക് വീണത്, നിലത്തേക്ക് വീണത് അതെടുത്ത് പൊറുക്കിയിട്ട് ഒരാൾ കഴിച്ചാൽ, ആശ മാ ആശ ഫീ സഅത്തിൻ മിൻ റിസ്ഖിഹി, അവൻ്റെ ജീവിതകാലം മുഴുവനും അവൻ്റെ ഭക്ഷണത്തിൽ അവനിക്ക് വിശാലത ലഭിക്കും, അവൻ്റെ റിസ്ഖിൽ ബറക്കത്തുണ്ടാകും. ഭക്ഷണം കിട്ടാത്തതിൻ്റെ പേരിൽ അവൻ എവിടെയും കുടുങ്ങൂല എന്നാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത്. അത് പറഞ്ഞ് തങ്ങൾ നിർത്തിയില്ല. ഉഫിയ ഫീ വലദിഹി, അവൻ്റെ സന്താനങ്ങൾക്ക് അല്ലാഹു തആല നല്ല ആഫിയത്ത് കൊടുക്കും. അവളിൽ ഉണ്ടാകുന്ന കുട്ടികൾ നല്ല ആരോഗ്യമുള്ള, വൈകല്യങ്ങളൊന്നും ഇല്ലാത്ത നല്ല ആഫിയത്തുള്ള മക്കളായി മാറും. മാത്രമല്ല വലദി വലദിഹി, അവൻ്റെ സന്താന പരമ്പരയും, അവൻ്റെ പേരക്കുട്ടി അടക്കം സന്താന പരമ്പരകൾ, മക്കളുടെ മക്കൾ വരെ നന്നായി കിട്ടും. മിനൽ ഹറാമി, ഹറാമിൽ നിന്ന് അവർ രക്ഷപ്പെടും. ഹറാമേശാത്ത നല്ല സ്വലാഹിയത്തുള്ള മക്കളായി അവർ മാറും. പടച്ചോൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. നാം ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മുടെ സുപ്രയുടെ, ഭക്ഷണ തലികയുടെ, പാത്രത്തിൻ്റെ, പ്ലേറ്റിൻ്റെ പുറത്തേക്ക് വീണ ഭക്ഷണം, നിലത്തേക്ക് വീണ ഭക്ഷണം അത് ഇടത്തെ കൈകൊണ്ടെടുത്ത് അതിൽ വല്ല ചളിയോ പൊടിയോ ഉണ്ടെങ്കിൽ അതൊന്ന് ശുദ്ധിയാക്കി വലത്തെ കൈ കൊണ്ട് ബിസ്മി ചൊല്ലി നാം കഴിച്ചാൽ അൽഹംദുലില്ലാഹ്, നമ്മുടെ റിസ്കിൽ, നമ്മുടെ മഈശത്തിൽ, വരുമാനത്തിൽ, ജീവിത സൗകര്യങ്ങളിൽ അല്ലാഹു നമുക്ക് ബറക്കത്ത് നൽകും. അതോടൊപ്പം നമ്മുടെ മക്കളിലും, നമ്മുടെ മക്കളുടെ മക്കളിലും, സന്താന പരമ്പരകളിലും അല്ലാഹു തആല ബറക്കത്തും സ്വലാഹിയത്തും ഹറാമിൽ നിന്നും വേണ്ടാത്തരങ്ങളിൽ നിന്നുമൊക്കെ നമ്മുടെ മക്കളെ രക്ഷപ്പെടുത്തുകയും ചെയ്യും. അല്ലാഹു തആല ജീവിതത്തിൽ പകർത്താൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. പ്രത്യേകിച്ച് എൻ്റെ കുടുംബിനികൾ, എൻ്റെ ഉമ്മമാരൊക്കെയും ഈ വിഷയം ഏറെ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കൾക്ക് ഇതൊക്കെയും പകർന്നു കൊടുക്കണം. അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മറ്റൊരു ഹദീസ്, അന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളായിരുന്നു ഇദാ അത്വസ, തങ്ങൾ തുമ്മിയാൽ, തങ്ങളുടെ മുഖം ഒന്ന് അടച്ചു പിടിക്കുമായിരുന്നു. ബിയദിഹി, കൈകൊണ്ടൊന്ന് അടച്ചു പിടിക്കുമായിരുന്നു, ഒന്ന് പൊത്തുമായിരുന്നു. ഔബി സൗബിഹി, അല്ലെങ്കിൽ വല്ല വസ്ത്രം കൊണ്ട്, കർച്ചീഫ് കൊണ്ട്, ടവ്വല് കൊണ്ടോ തങ്ങൾ അതൊന്ന് അടക്കി പിടിക്കുമായിരുന്നു, പൊത്തിപ്പിടിക്കുമായിരുന്നു. ശബ്ദം താഴ്ത്തിപ്പിടിക്കുകയും ചെയ്യുമായിരുന്നു. ഇത് നമ്മളേറെ ശ്രദ്ധിക്കണം. ഒരു സദസ്സിൽ നിൽക്കുമ്പോൾ, ഒരാളുമായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒക്കെ തുമ്മാൻ വന്നാൽ, ജലദോഷം വന്നാൽ, നമ്മൾ തുമ്മിയാൽ, കുരച്ചാൽ അത് നമ്മൾ കൈ കൊണ്ടോ, നമ്മൾ അടുത്തിട്ട് കർച്ചീഫ് കൊണ്ടോ മറ്റോ ടവ്വല് കൊണ്ടോ വായൊന്ന് അടച്ചു പിടിക്കുകയും ആ തുമ്മലിൻ്റെ ശബ്ദം ഒന്ന് താഴ്ത്തിപ്പിടിക്കുകയും നമ്മൾ ചെയ്യണം. ഇത് സാമൂഹികമായ ഒരു അദബാണ്. അള്ളാഹു ശ്രദ്ധിക്കാൻ നമുക്ക് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇങ്ങനെ ധാരാളം സുന്നത്തുകൾ, ശീലങ്ങൾ നാം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതുപോലെ നാം ശീലിക്കേണ്ട മറ്റൊരു ശീലമാണ്, എപ്പോൾ ഭക്ഷണം കഴിക്കുകയാണെങ്കിലും സാവധാനം ചവച്ചരച്ച് നമ്മൾ ഭക്ഷണം കഴിക്കണം. വേഗമങ്ങട്ട് മുണുങ്ങുക, വേഗമങ്ങട്ട്
അപ്പാടെ വയറ്റിലെത്തിക്കുക, അങ്ങനെ ഒരു സ്വഭാവം നമുക്കുണ്ടാകാൻ പാടില്ല. ചവച്ചരച്ചിട്ടായിരിക്കണം നമ്മൾ ഭക്ഷണം കഴിക്കേണ്ടത്. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. അതുപോലെയാണ് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ കഴിച്ച ഭക്ഷണത്തിൻ്റെ ശർറ് നീങ്ങിക്കിട്ടാൻ, ആ കഴിച്ച ഭക്ഷണം കൊണ്ട് യാതൊരുവിധ പ്രയാസവും ഇല്ലാതിരിക്കാൻ ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ സൂറത്ത് ഖുറൈശ് പാരായണം ചെയ്യുക. ചുരുങ്ങിയത് 1 പ്രാവശ്യമെങ്കിലും, സമയമുണ്ടെങ്കിൽ പറ്റുമെങ്കിൽ 3 പ്രാവശ്യമെങ്കിലും സൂറത്തുൽ ഖുറൈശ് നമ്മൾ ഓതണം. ആ സൂറത്തുൽ ഖുറൈശ് നാം കഴിച്ച ഭക്ഷണത്തിൽ എന്തെങ്കിലുമൊക്കെ ശർറുകളുണ്ടെങ്കിൽ, അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സൈഡ് എഫക്ട്സുകൾ ഉണ്ടെങ്കിൽ അതൊക്കെയും അതുകൊണ്ട് നീങ്ങിക്കിട്ടും. അല്ലാഹു തആല കാത്ത് രക്ഷിക്കട്ടെ. ഏതാണ് സൂറത്തു ഖുറൈശ്? പഠിതാക്കളൊക്കെയും ഉസ്താദിൻ്റെ കൂടെ ഒന്ന് ഓതണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലഇലാഫി ഖുറൈശ് إيلافهم رحلة الشتاء والصيف فليعبدوا رب هذا البيت الذي أطعمهم من جوع وآمنهم من خوف. ഈ സൂറത്ത് നമ്മൾ പതിവാക്കണം. അല്ലാഹു തആല ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇത് ഓതാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഈ സുന്നത്തിനെ പതിവാക്കാൻ അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ് ആരോഗ്യശീലം. നമ്മുടെ രോഗങ്ങളെ പ്രതിരോധത്തിന് ഒക്കെയുള്ള നല്ലൊരു കാര്യമാണ് നേരത്തെ ഉറങ്ങുക, നേരത്തെ എണീക്കുക എന്നുള്ളത്. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ വേഗം നാം നമ്മുടെ വിരിപ്പിലേക്ക് പോവുക. സുബഹിക്ക് നമ്മുടെ വീട്ടിലെ കോഴികളൊക്കെയും കൂവുന്നതിൻ്റെ മുമ്പ് തഹജ്ജുദിൻ്റെ സമയത്ത് നമ്മൾ എണീക്കുക, തഹജ്ജുദ് നിസ്കരിക്കുക. നേരത്തെ കിടക്കുകയും നേരത്തെ എണീക്കുകയും ചെയ്യുന്ന നല്ലൊരു സ്വഭാവത്തിൻ്റെ ഉടമകളായി നാം ഓരോരുത്തരും മാറണം. അത് ഈ റബീഉൽ അവ്വലോടുകൂടെ നാം നമ്മുടെ ലൈഫിൽ പ്രാവർത്തികമാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈ സുന്നത്തുകളൊക്കെയും ഈ ശീലങ്ങളൊക്കെയും നമ്മുടെ ജീവിതത്തിൽ പകർത്തുവാൻ നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. മൻ അഹ്യാ സുന്നത്തി, എൻ്റെ സുന്നത്തിനെ ആരെങ്കിലും ജീവിപ്പിച്ചാൽ, എൻ്റെ സുന്നത്തിനെ ആരെങ്കിലും ഒക്കെ ഇഹ്യാ ചെയ്താൽ, അതിനെ ഹയാത്താക്കിയാൽ, ഫഖദ് അഹബ്ബനി, അവൻ എന്നെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അവൻ എന്നോട് മഹബത്ത് വെച്ചിരിക്കുന്നു. ഒമൻ അഹബ്ബനി, എന്നെ ആരെങ്കിലും ഇഷ്ടപ്പെട്ടാൽ, എന്നെ ആരെങ്കിലും സ്നേഹിച്ചാൽ, കാന മഈ ഫിൽ ജന്ന, അവൻ നാളെ സ്വർഗത്തിൽ എൻ്റെ കൂടെയാണെന്ന് പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ നാളെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. മുമ്പ് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ട്, സമാന് മോശമാകുമ്പോൾ, കാലം മലീമസമാകുമ്പോൾ തിരുസുന്നത്തുകളെ ഹയാത്താക്കുന്നവനിക്ക് 100 ഷഹീദിൻ്റെ കൂലിയാണ് മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഓഫർ പറഞ്ഞിട്ടുള്ളത്, നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ചില മർമ്മപ്രധാനമായ വലിയ ശ്രദ്ധ കൊടുക്കേണ്ട എന്നാൽ ചെറുതുമായ സുന്നത്തുകളാണ്, ശീലങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. ഇതൊക്കെയും കേട്ടു പോകുന്നതിലപ്പുറം നമ്മുടെ ജീവിതത്തിൽ പകർത്താൻ, പഠിച്ച അറിവുകളെ ഉപകാരപ്രദമുള്ളതാക്കി മാറ്റാൻ, നാഫി ആക്കാൻ നമ്മളൊക്കെ ശ്രമിക്കണം. അല്ലാഹു തആല നാഫിയായ ഇൽമ് കൂടുതൽ കൂടുതൽ പഠിക്കാനും അതനുസരിച്ച് അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം ഉദ്ദേശിച്ച് അമൽ ചെയ്യാനും അത് നശ്ർ ചെയ്യാനുമുള്ള തൗഫീഖ് അള്ളാഹു നൽകട്ടെ. നമ്മുടെ ഉസ്വത്തുൽ ഹസന എന്ന കോഴ്സ് അതിൻ്റെ ജൈത്രയാത്ര പിന്നിട്ട് കൊണ്ടിരിക്കുകയാണ്. ഇനിയുള്ള ദിവസങ്ങളിലും നിങ്ങളൊക്കെ നമ്മുടെ കൂടെ ഉണ്ടാകണം. അള്ളാഹു സുബ്ഹാനഹു തആല ഇതിനു വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട അൽ ഇഹ്സാൻ്റെ വിദ്യാർത്ഥികൾ ഏറെ കഷ്ടപ്പെടുന്നുണ്ട്. അവർക്കൊക്കെ അർഹമായ പ്രതിഫലം ഇരു വീട്ടിലും അള്ളാഹു നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക് അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.